ഷൊർണൂർ പരുത്തിപ്ര ഈസ്റ്റ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ നാട്ടുചന്ത ശ്രദ്ധേയമായി. ഷൊർണൂർ നഗരസഭ CDS ചെയർപേഴ്സൺ പി ജിഷ നാട്ടുചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാട്ടുചന്ത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാർഡിൽ ഇത്തരത്തിലെ എല്ലാ വാർഡിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ നാട്ടുചന്തകൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ പ്രിയ ഒരു നാട്ടുചന്ത സംഘടിപ്പിക്കുന്നുണ്ട്, വളരെ ചുരുക്കത്തിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വളരെ വിപുലമായിട്ടുള്ളൊരു നാട്ടുചന്തയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം അഭിമാനം തോന്നിയൊരു നിമിഷമാണ്. കാരണം ഇത്തരത്തിൽ നമ്മുടെ ഓരോ വാർഡിനകത്തും എല്ലാവരും ഇങ്ങനെ നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന വളരെ നാട്ടിലുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മുടെ വീടിനകത്തുള്ള നമ്മുടെ നാടൻ പച്ചക്കറികൾ എല്ലാം ഇങ്ങനെ ഇത്തരത്തിലൊരു വിപണനം നടത്തുകയാണെങ്കിൽ വളരെയധികം കുടുംബശ്രീ അംഗങ്ങൾക്കും അതുപോലെ നമ്മുടെ നാട്ടിലുള്ളവർക്കും വാർഡിനകത്തുള്ളവർക്കൊക്കെ വലിയൊരു പ്രചോദനമായി മാറാൻ വേണ്ടി കഴിയും. ഷൊർണൂർ നഗരസഭയിലെ 30-ാം വാർഡ് പരുത്തിപ്ര ഈസ്റ്റ് ADSന്റെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച രാവിലെ നാട്ടുചന്ത സംഘടിപ്പിച്ചത്. പരുത്തിപ്ര നരസിംഹമൂർത്തി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു നാട്ടുചന്ത. പലചരക്ക്, ഭക്ഷ്യവസ്തുക്കൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഫാൻസികൾ, പൂക്കൾ തുടങ്ങിയവയാണ് നാട്ടുചന്ത വിപണിയിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ. ADS സെക്രട്ടറി സുധ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ADS ചെയർപേഴ്സൺ M പ്രിയ അധ്യക്ഷത വഹിച്ചു. 30-ാം വാർഡ് കൗൺസിലർ പുഷ്പലത പങ്കെടുത്തു സംസാരിച്ചു. CDS ചെയർപേഴ്സൺ പി ജിഷയിൽ നിന്നും പ്രൊഫസർ CM നീലകണ്ഠൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ഇങ്ങനെ ഒരു നാട്ടുചന്ത ഇവിടെ സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 2-3 തരത്തിൽ ഇതിന് പ്രാധാന്യമുണ്ട്. ഒന്ന്, നാട്ടുകാരുടെ സാധാരണക്കാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിട്ട് സൗഹൃദവും മാനസിക ദുഃഖവും ഉറപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, അത് ഒരുക്ക് കൂട്ടുക, അത് ഇവിടെ കൊടുന്നിട്ട് വിൽപ്പനയ്ക്ക് വയ്ക്കുക. വിൽപ്പന സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്ന ഒന്നാമത്. രണ്ടാമത്, സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള കടകളിൽ നിന്ന് പല അവരുടെ സ്വന്തം പദാർത്ഥങ്ങളാണ് വിൽക്കുന്നത്. അതിൻ്റെ മേന്മ. മൂന്നാമത്തെ ഒരു പ്രധാന കാര്യം, ഞാനിവിടെ വന്ന പൊതുവേ അപേക്ഷിച്ച് 50% വരെ കുറവാണ് പല സാധനങ്ങൾക്കും എന്ന് എനിക്ക് മനസ്സിലായി. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതുകൂടി ഇതിന് വ്യാപകമായ ഒരു അറിവ് എല്ലാവരിലും എത്തിച്ച് മാസത്തിലൊരിക്കൽ നടത്തിയാൽ തന്നെ ഇതിന് വലിയൊരു ഒരു വിപുലമായ സ്വീകാര്യത ഉണ്ടാവും. അത് ചെയ്യാൻ നമ്മളൊക്കെ ഒപ്പമുണ്ട്. ഈ സൗകര്യം എല്ലാവരും കൂടി അത് ചെയ്താൽ ഇതിലൊക്കെ പച്ചക്കറിയൊക്കെ ആ ദിവസം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും അത് വാങ്ങാൻ വേണ്ടി. ഫ്രഷായിട്ടും നല്ല അങ്ങനെ ഓരോ സ്ഥലത്തുണ്ട്. അതുപോലെ മാസത്തിലൊരിക്കൽ മുംബൈ ചട്നിപ്പൊടി ഞാൻ ഇവിടെ നോക്കി. ചട്നിപ്പൊടി സൂപ്പർ മാർക്കറ്റ്. ADS അംഗം അഖില നന്ദി പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം 3 മണി വരെയായിരുന്നു നാട്ടുചന്ത.